ദൈവം എനിക്ക് നൽകിയ ഈ ജീവിതം അതേപോലെ അംഗീകരിക്കുന്നതിലൂടെ മാത്രമേ എൻ്റെ ജീവിതം സമാധാനപൂർണ്ണമാകൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ പ്രയാസങ്ങൾ ജീവിതത്തെക്കുറിച്ചുള്ള എൻ്റെ തെറ്റിദ്ധാരണകൾ കാരണം മാത്രമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതത്തെ ഞാൻ നിർവചിച്ചതിലുള്ള പാളിച്ചകൾ കാരണം മാത്രമായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവമേ, നീ മഹാന്മാരുടെ ജീവിതത്തിലൂടെ ജീവിതത്തെ നിർവചിച്ചു തന്നത് ഞാൻ മറന്നു. സുഖം തേടിയുള്ള ജീവിതമെന്നാൽ പ്രയാസങ്ങളാണ് എന്നാണ് ശ്രീബുദ്ധൻ പറഞ്ഞത്. സുഖം തേടിയുള്ള ജീവിതമെന്നാൽ പരീക്ഷണമെന്നാണ് മുഹമ്മദ് നബി പറഞ്ഞത്. മനുഷ്യരുടെ പ്രയാസങ്ങളും വേദനകളും ഏറ്റെടുക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത് എന്നാണ് യേശു പറഞ്ഞത്. എന്നാൽ ജീവിതത്തെ ഞാൻ നിർവചിച്ചത് ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ആർമാദിക്കാനും മാത്രമുള്ളതാണ് എന്നാണ്. നിർഭാഗ്യവശാൽ എൻ്റെ ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയാണ് എന്നെ പഠിപ്പിച്ചത്. എന്നാൽ ഇന്ന് ഞാൻ സത്യം മനസ്സിലാക്കുന്നു. ഈ ജീവിത യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ തെറ്റിദ്ധാരണകൾ ഞാൻ മനസ്സിലാക്കുന്നു. ഈ ജീവിതം നീ തന്ന വരദാനം മാത്രമാണ് എന്ന് ഞാൻ ഓർക്കുന്നു. നീ ആഗ്രഹിച്ചില്ലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ജനിക്കില്ലായിരുന്നു. നിന്റെ അഭീഷ്ടപ്രകാരം മാത്രമാണ് ഞാൻ ജനിച്ചത്. നീ നിശ്ചയിച്ച സമയത്ത് തന്നെ ഞാൻ ഈ ലോകത്ത് നിന്ന് വിട പറയുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ ജീവിതം പരിപൂർണമായി നിൻ്റേതാണ്. ഞാൻ ജനിച്ചത് നിന്റെ കൽപ്പന പ്രകാരം എന്നതുപോലെ ഈ ജീവിതത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ഓരോ കാര്യവും നീ നിശ്ചയിച്ച പോലെ മാത്രമേ നടക്കൂ എന്ന് ഞാനിപ്പോൾ ഓർക്കുന്നു. എൻ്റെ പ്രയാസങ്ങൾ ഞാൻ ജീവിതത്തിൽ നിർവചിച്ചതിലുള്ള തെറ്റിദ്ധാരണ കൊണ്ട് മാത്രമുണ്ടായതാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ നൽകിയ ഈ ജീവിതത്തിൽ നീ നൽകിയ ഓരോന്നും ഞാൻ അംഗീകരിക്കുന്നു. നീ നൽകിയ പ്രയാസങ്ങളും സുഖങ്ങളും ഒരേപോലെ ഞാൻ അംഗീകരിക്കുന്നു. നീ നൽകിയ കഴിവുകളും കഴിവുകേടുകളും ഞാൻ അംഗീകരിക്കുന്നു. നീ നൽകിയ ആരോഗ്യവും അതേപോലെ തന്നെ അസുഖങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. നീ നൽകിയ മാതാപിതാക്കളെയും അവരുടെ കഴിവുകളും ദൗർബല്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. നീ നൽകിയ അല്ലെങ്കിൽ നൽകാനിരിക്കുന്ന ഇണയെ ഞാൻ അംഗീകരിക്കുന്നു. ഇണയുടെ കഴിവുകളും ദൗർബല്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. നീ നൽകിയ അല്ലെങ്കിൽ നൽകാനിരിക്കുന്ന മക്കളെ ഞാൻ അംഗീകരിക്കുന്നു. മക്കളുടെ കഴിവുകളും ദൗർബല്യങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. നീ നൽകിയ പ്രയാസങ്ങളും സുഖങ്ങളും ഒരേപോലെ ഞാൻ അംഗീകരിക്കുന്നു. നീ നൽകിയ അസുഖങ്ങളും ആരോഗ്യവും ഞാൻ അംഗീകരിക്കുന്നു. നീ നൽകിയ ഈ ജീവിതത്തിൽ നീ നൽകിയ ഓരോന്നും ഞാൻ അംഗീകരിക്കുന്നു. നീ നൽകിയവയെ അംഗീകരിക്കാതെ തൃപ്തിപ്പെടാതെ പ്രതികരിച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ്. എൻ്റെ നന്മകൾ എന്നേക്കാൾ നന്നായി അറിവുള്ളത് എന്നെ സൃഷ്ടിച്ച നിനക്കാണല്ലോ. എനിക്ക് നല്ലതെന്ന് ഞാൻ കരുതുന്നവയിൽ എനിക്ക് നല്ലതേതെന്ന് നിനക്ക് മാത്രമല്ലേ അറിയൂ. ഈ ഭൂലോകത്തെ എല്ലാ ആഗ്രഹങ്ങളും നടപ്പിലാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. മോഹങ്ങളുടെയും മോഹഭംഗങ്ങളുടെയും ആകെത്തുകയാണ് ജീവിതം. മറ്റുള്ളവരുടെ മുന്നിൽ ആളാവാൻ വേണ്ടി സ്വയം ദ്രോഹിച്ച് മറ്റുള്ളവരുടെ നാശം ആഗ്രഹിച്ച് ജീവിക്കുന്നവൻ അബോധാവസ്ഥയിലാണ്. ഈ സത്യാവസ്ഥ ഇപ്പോഴെങ്കിലും മനസ്സിലാക്കി തന്ന ദൈവത്തെ ഞാൻ സ്തുതിക്കുന്നു. എനിക്ക് വെളിച്ചം നൽകിയതുപോലെ മറ്റുള്ളവർക്കും വെളിച്ചം നൽകാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. നീ നൽകിയ ഈ ജീവിതവും ജീവിത സൗകര്യങ്ങളും ഏത് നിമിഷവും നീ തിരിച്ചെടുക്കാവുന്നത് മാത്രമാണ് എന്ന് ഞാൻ ഓർക്കുന്നു. അത് ഞാൻ അംഗീകരിക്കുന്നു. ഇന്ന് എനിക്ക് മിഥ്യാഭിമാനമില്ല. ആരുടെ മുന്നിലും എനിക്ക് ആളാവേണ്ട. എന്നെ ദ്രോഹിച്ച് എനിക്കൊന്നും നേടേണ്ട. എനിക്ക് അസൂയയില്ല. അയൽവാസിക്കും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും നീ നൽകിയിട്ടുള്ള ഓരോ അനുഗ്രഹങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. പണം മാത്രമാണ് ജീവിത ലക്ഷ്യം എന്ന് ഞാൻ ധരിക്കുന്നില്ല. പണമല്ല, സമാധാനമാണ് വലുതെന്ന് എനിക്കറിയാം. പണം ലഭിച്ചിട്ടും സമാധാനം ലഭിക്കാത്ത ഒരുപാട് പേര് എനിക്കറിയാം. ജീവിതത്തിലെ സന്തോഷവും സമാധാനവുമാണ് എനിക്ക് ആവശ്യമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നിന്നോടുള്ള വിധേയത്തിലൂടെ മാത്രമേ എൻ്റെ ജീവിതം സാക്ഷാത്കരിക്കൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നീ എനിക്ക് വഴി കാട്ടുന്നതിന് വേണ്ടി നൽകുന്ന എല്ലാ പ്രയാസങ്ങളും ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ സമാധാനത്തിന് എൻ്റെ ജീവിത നന്മക്ക് നൽകുന്ന ഓരോന്നും ഞാൻ അംഗീകരിക്കുന്നു. എല്ലാം നിന്നിൽ അർപ്പിക്കുന്നതിലൂടെ മാത്രമേ ജീവിത വിജയം ലഭിക്കൂ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എൻ്റെ ജീവിതം തന്നെ നീ നൽകിയതാണല്ലോ. എനിക്ക് നീ നൽകിയ പ്രയാസങ്ങൾ എന്നെ ചിന്തിപ്പിക്കാനും സത്യം മനസ്സിലാക്കിപ്പിക്കാനും വേണ്ടി മാത്രമുള്ളവയായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ ജീവിതം എങ്ങനെയാണോ ഉള്ളത് അതേ അർത്ഥത്തിൽ തന്നെ ഞാൻ അംഗീകരിക്കുന്നു. എൻ്റെ നന്മ നിനക്ക് മാത്രമല്ലേ അറിയൂ. എൻ്റെ ആഗ്രഹങ്ങൾ നിനക്ക് അറിവുള്ളതാണ്. അതിൽ നല്ലത് നന്മയുള്ളത് എനിക്ക് അംഗീകരിച്ചു തരിക. എനിക്ക് നൽകാത്തവ എൻ്റെ നന്മയ്ക്കുള്ളതല്ലായിരുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇത് നീ നൽകിയ ജീവിതമാണ്. നീ ആഗ്രഹിക്കുമ്പോൾ തന്നെ അത് തിരിച്ചെടുക്കുകയും ചെയ്യും. ഇന്ന് ഞാൻ നിന്നിൽ അർപ്പിച്ചിരിക്കുകയാണ്. നിന്നിൽ അർപ്പിച്ചവരെ നീ കൈവിടിയില്ല എന്നെനിക്കറിയാം.
എൻ്റെ ആഗ്രഹങ്ങളെ നീ സഫലീകരിച്ച് തരിക. എന്നെ നീ സഹായിക്കുക. എൻ്റെ ജീവിതം സമാധാനപൂർണ്ണമാക്കുക.